ഞങ്ങൾ എറണാകുളത്ത് എല്ലാവരും കൂടെ ഒരു കല്യാണം കൂടാൻ പോയ കഥയാണ് കേട്ടോ ഇത്. ഇവനാണ് സൗരു. സ്കൂളിൽ വിളിക്കുന്ന പേര് ഞാൻ മറന്നുപോയി. ഞങ്ങളുടെയൊക്കെ ഒരു യാത്ര കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവ സ്ഥിരം ഉണ്ടാവും കേട്ടോ. അതെ, ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ തന്നെയാണ്. പക്ഷേ യാത്രയ്ക്ക് റോൾ ഉണ്ടാവണമെങ്കിൽ ഇവനെ ഇവർ കൊണ്ടുപോകണം. പക്ഷെ കാല് കയറിയ പുള്ളി ഉറക്കമാണ്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട, അവിടെ ഫുള്ള് ഇളക്കി മറിക്കും. പോകുന്ന വഴിക്ക് ആറന്മുള അമ്പലത്തിലൊന്ന് കയറി. ഇങ്ങനെ കാറി കയറി ഉറങ്ങുക, ഇത് ഫുഡ് കഴിയുമ്പോൾ മാത്രമാണ് ഫുഡ് കഴിച്ചത്. അതെ, അങ്ങനെ ഏകദേശം ഒരു 5-5.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഈവൻ ഈ കല്യാണ മണ്ഡപത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ ആരും പിന്നെ ഇറങ്ങുന്നവരെ കണ്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. സോ അന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വാഗമൺ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ കേട്ടോ. പക്ഷെ അത് നടക്കില്ല. അതേ, ആ കുരുപ്പിന് നാളെ സ്കൂളുണ്ട്. വീട്ടിൽ പറയാതെയാണ് ഇവരെ പൊക്കിക്കൊണ്ട് വന്നത്. സോ ഞങ്ങൾ അവിടെ അരീക്കൽ ബീച്ചിൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്, അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും അത് എല്ലാവരും ട്രൈ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞാനും ഈ പറഞ്ഞ കൂട്ട് ഞാനും ആ നമ്മുടെ സൗരവൊക്കെ ഫുഡ് കണ്ടാൽ നിൽക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ട്രിപ്പിൽ ഒരുപാട് ഫുഡ് കഴിച്ചു എന്നുള്ളത് മാത്രമാണ് കാര്യമായിട്ട് നടന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി നേരെ പിന്നെ വിട്ടു. പിന്നെ കാറ് കയറിയാൽ നമ്മുടെ താരം ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നല്ല മഴയുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കൊച്ചി ടു ട്രിവാൻഡ്രം ട്രാവൽ ചെയ്ത് വന്നു. ഏകദേശം ഒരു 9:30-10 മണിയോടെ വീട്ടിലെത്തുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈ.